10+2 പരീക്ഷകളെ പേടിയോടെയല്ല, മറിച്ച് പുഞ്ചിരിയോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ KCB അവതരിപ്പിക്കുന്ന ഒരുങ്ങാം പരീക്ഷയ്ക്കായി എന്ന പരിപാടിയിൽ പഠനത്തിൽ ഏകാഗ്രത നിലനിർത്താനുള്ള വഴികൾ പറഞ്ഞു തരാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുമായി പ്രശസ്ത കൗൺസിലറും മൂവാറ്റുപുഴ വിമല ജ്യോതി ഡെവലപ്മെന്റ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മാത്യു ഊട്ടുകളത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് ഓരോ ദിവസത്തെയും അധ്വാനം അല്ലെങ്കിൽ പഠിക്കുവാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്ര വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ഈ കൗൺസിലിംഗ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിലെ നിർമ്മല കോളേജിനടുത്ത് തന്നെ വിമല ജ്യോതി ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നുള്ള പേരിൽ ഞങ്ങളൊരു 20 വർഷമായിട്ട് കൗൺസിലിംഗ് സെൻറ്റർ നടത്തി വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കൗൺസിലിംഗ് പ്രോഗ്രാം തന്നെ ഈ ദിവസങ്ങളിൽ ഒരു 100 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തു. അത് വാഴക്കുളം, നടുക്കര, മീങ്കുന്നം, അതുപോലെ തന്നെ മൂവാറ്റുപുഴ പ്രദേശത്തു നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള കുട്ടികളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. എല്ലാ തരത്തിലും പ്രതിസന്ധികളിലൂടെയും പഠന മേഖലയിലും അല്ലെങ്കിൽ എക്കണോമിക്കലിയുള്ള പ്രതിസന്ധികളിലൂടെയും മറ്റെല്ലാ തരത്തിലും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരെയും ഒക്കെ കാണുവാനായിട്ട് ഇടവന്നു. അപ്പം ഈ ഒരു ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഒരു ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം വിഷമങ്ങൾ കുട്ടികൾ പഠന മേഖലയിൽ ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. പലരെ സംബന്ധിച്ചും ഒന്നുകിൽ തലവേദന, പല ദിവസങ്ങളായിട്ട് തുടർച്ചയായിട്ട് തലവേദന അനുഭവപ്പെടുന്നു. ചിലരെ സംബന്ധിച്ച് ഒരു ക്ഷീണാവസ്ഥ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ഉറക്കം തൂങ്ങുന്നതായിട്ടുള്ള വല്ലാത്ത ഒരു പ്രതിസന്ധികളാണ്. പിന്നെ ചിലരെ സംബന്ധിച്ച് വൈറസ് സംബന്ധമായിട്ടുള്ള ഡിസ്റ്റർബൻസ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഒരു ഹെൽത്ത് ഇഷ്യൂസ് പല കുട്ടികളെ സംബന്ധിച്ചും ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അല്പം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പഠനത്തെ എഫക്റ്റീവ് ആക്കാനായിട്ട്, നമ്മൾക്ക് ആരോഗ്യപരമായിട്ടുള്ള മേഖലയിൽ നമുക്ക് മെച്ചമാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, പല കുട്ടികളെ സംബന്ധിച്ചും വേണ്ടത്ര അളവ് വെള്ളം കുടിക്കാറില്ല. ഈ വെള്ളം കുടിയുടെ കുറവ് കൊണ്ട് തന്നെ പല രീതിയിലും നമുക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒന്ന്, നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ ഡൈജഷൻ സംബന്ധിച്ചതായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം. രണ്ടാമത്തേത്, നമുക്ക് വെള്ളം കുടിയുടെ കുറവ് കൊണ്ട് പ്രോപ്പർലി രക്തശുദ്ധീകരണം നടക്കുന്നില്ല, അതിനാൽ തന്നെ തലച്ചോറിൽ ഓക്സിജൻ കണ്ടൻറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു. അതാണ് വാസ്തവത്തിൽ ഇന്ന് മോഡേൺ സയൻസിൽ പോലും പറയുക തലവേദനയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത്. അത് പലതരത്തിലുള്ള ഹെഡേക്കിനെ കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രക്തശുദ്ധീകരണം നടക്കുന്നില്ല, അതിനാൽ തന്നെ ഓക്സിജൻ കണ്ടൻറ്റ് തലച്ചോറിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അതാണ് തലവേദനയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മോഡേൺ സയൻസിൽ തന്നെ പറയുക. അപ്പം ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഒരേ ഒരു കാര്യം ഇതാണ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന ഒരു ശൈലി അത് വളരെ കുറഞ്ഞു പോകുന്നു. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം, ടേബിളിൽ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ കരുതുന്നുവെങ്കിൽ, അത് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്ന അതേ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നമുക്ക് ഈ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആവശ്യമില്ലാത്ത തലവേദന, ഡൈജഷൻ സംബന്ധിച്ചായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹെഡേക്ക് സംബന്ധിച്ചായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല വല്ലാത്ത ക്ഷീണം. ഈ ഒരു വല്ലാത്ത ക്ഷീണം എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കണ്ടൻറ്റിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നു, രക്തശുദ്ധീകരണം പ്രോപ്പറാകുന്നില്ല. ഇതാണ് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പകൽ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന ഒരു ശീലം, അങ്ങനെ ഒരു ശൈലി നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഒരുപക്ഷെ പരീക്ഷാ കാലഘട്ടത്തിൽ നമുക്ക് ഉറങ്ങാനായിട്ട് 7 മണിക്കൂറോ 8 മണിക്കൂറോ ഒന്നും ഉറങ്ങാനായിട്ടുള്ള സമയം ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്കൊരു 6 മണിക്കൂറോ 5 മണിക്കൂറോ ഉറങ്ങിയാലും നമുക്ക് ആവശ്യത്തിന് വിശ്രമത്തോടുകൂടി എണീറ്റ് വരാനുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് ഇതാണ്, പകൽ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതിനാൽ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിച്ചാൽ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് ഓക്കെയാണ്, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട രക്തശുദ്ധീകരണം ഓക്കെയാണ്, നമുക്ക് വേഗം ഉറക്കം പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നതായ ഒരു അവസ്ഥ നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസിനെ
വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ഫേസ് ചെയ്യണം. അതുപോലെ തന്നെ ഭക്ഷണം വേണ്ടത്ര സമയത്ത് വേണ്ട സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം അത് പലപ്പോഴും നമുക്ക് ഇല്ല. പലപ്പോഴും അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു, സമയം മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാലായി, അല്ലെങ്കിൽ എന്തെങ്കിലും മതി എന്നുള്ള, അല്ലെങ്കിൽ പലഹാരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബേക്കറി ഐറ്റംസോ മാത്രം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ശൈലിയിലേക്ക് ഇന്ന് നമ്മുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പോരാ. നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധാരണമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന ഒരു ശീലം, അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നർ കഴിക്കുന്ന ഒരു ശീലം, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ നാച്ചുറലി നമ്മുടെ ഈ പ്രദേശത്ത് നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ളതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ സമയത്ത് ഉറങ്ങുന്ന സമയം, അതും നമുക്കൊരു പക്ഷേ രാത്രി കുറച്ചധികം നേരം ഇരുന്നിട്ട് രാവിലെ എണീക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് ചിലപ്പം പറ്റിയെന്ന് വരികയില്ല. ഒരുപക്ഷെ നമുക്കൊരു 11 മണിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു 12 മണിക്ക് മുൻപെങ്കിലും ഉറങ്ങുന്ന ഒരു ശീലം, മാക്സിമം പരീക്ഷയാണ് ശരിയാണ്, അറ്റ് ദ മാക്സിമം നമുക്ക് 11 മണിയോ അല്ലെങ്കിൽ അതിന് അടുത്തുള്ളൊരു സമയത്തോ ഉറങ്ങുകയും അതേസമയത്ത് ഏറെ മോർണിംഗിൽ എണീക്കുന്നതായിട്ടുള്ളൊരു ശീലം നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി ടൈം. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഉണർന്നിരുന്ന് പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ വൈകിട്ട് നേരത്ത് അല്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 10-യോ 11-ഓ അതിൽ അധികം മുന്നോട്ട് പോകാത്ത ഒരു സമയത്ത് നമ്മൾ ഉറങ്ങുന്ന ഒരു ശീലം നമുക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള ഒരവസ്ഥ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ തീരൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ സംബന്ധിച്ച് ഈ ഒരു സമയം, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം, ഉറക്കത്തിൻ്റെ ഒരു സമയം ക്രമീകരിച്ചു പോകുന്ന കാര്യം എല്ലാം അതിൻ്റെ ശ്രദ്ധയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാനുള്ള ഒരു ആരോഗ്യം നമുക്ക് ബെറ്ററായിട്ട് കീപ്പപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവിധ ആശംസകളും നേരുന്നു.